നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ മെയിനായിട്ട് നമ്മൾ കാർഡിയോളജിയും ഓങ്കോളജിയും ആണല്ലോ, അത് രണ്ടും. നമ്മൾ കാർഡിയോളജി ആയിരുന്നു ആദ്യ സമയത്ത്, പക്ഷേ ഇപ്പം വിദഗ്ധരായ ഡോക്ടർമാർ വന്നുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, എസ്പെഷ്യലി കാർഡിയോളജി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്ക്, ന്യൂറോ, പിന്നെ ഗാസ്ട്രോഎൻട്രോളജി, ജനറൽ സർജറി, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ശക്തമായിട്ട് പേഷ്യൻസിനെ കയറുന്ന രീതിയിൽ ഭംഗിയായിട്ടുള്ള ഞങ്ങളുടെ കെയറിങ്, ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലുള്ള കെയറിങ്ങിൻ്റെ വെളിച്ചത്തിൽ, അതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. ആ കമ്മ്യൂണിക്കേഷനും കെയറിങ്ങിലൂടെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേ നിലയിലേക്ക് വന്നിരിക്കുന്നു. അത് വലിയൊരു അത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് ഒന്നല്ല എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും, അതും പ്രോപ്പറായിട്ട് തന്നെ കിട്ടും, നല്ല കെയർ എല്ലാം കൊണ്ടും വളരെ നല്ല. താങ്ക് യു. സോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പ്രവാസികൾ അവിടുന്ന് അവധിക്ക് വന്നു, അവർ ട്രീറ്റ്മെൻറ്റ് വന്നു, അപ്പം അവർക്ക് ഈ ഇവിടെയുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് സ്കീമോ അങ്ങനെ എന്തെങ്കിലും പ്ലാനുകളുണ്ടാവും? നമ്മൾ ഹോസ്പിറ്റലിന് തന്നെ ഒരു ഇൻഷുറൻസ് ഇല്ല, പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തും അത് വിദേശത്തും അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്കാറും ഇൻഷുറൻസ് സ്കീമായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്, എംപാനൽമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 45ഓളം ഇൻഷുറൻസ് സ്കീമായിട്ട് നമ്മൾ പിന്നെ ടൈപ്പ് ആയിട്ടുണ്ട്. അത് നല്ല. ഇപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരത്തെ ഒരു ഇൻഷുറൻസ് എടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലുമായിട്ട് ലിങ്ക്ഡ് ആണ്, അത് നമുക്ക് ട്രീറ്റ്മെൻറ്റും കിട്ടും. എന്നാൽ പാവപ്പെട്ട പേഷ്യൻസിന് ഞങ്ങൾ അവർക്ക് ഞങ്ങളുടെ ഒരു പാക്കേജിൽ അവരെ ചെയ്യും. ഞങ്ങളുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞ സമ്പത്തിൻ്റെ പേരിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കരുത് എന്നുള്ളതാണ്. അതിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സമ്പത്തിൻ്റെ പേരിൽ ഒരു ചികിത്സ നിഷേധിക്കരുത്, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ. കറക്റ്റ്. അതെ. അപ്പം ഞങ്ങളുടേതായ ഒരു പദ്ധതി അതുണ്ട്. സാധാരണക്കാരന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കി അവരുടെ നിലയിലേക്ക് ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്.